ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു പാഠം എടുത്തിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? മോർ ആൻഡ് ലെസ്, അഥവാ കൂടുതലും കുറവും. ഇനി നമുക്ക് എന്നത്തെയും പോലെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം, ഇന്ന് നമുക്ക് ടീച്ചർ ക്ലാസ്സിൽ കാണിച്ചു തന്നിരുന്ന ആ പത്തുകളുടെ ഇറുക്കിളിക്കെട്ടും നൂറുകളുടെ ഇറുക്കിളിക്കെട്ടും ആയിരങ്ങളുടെ ഇറുക്കിളിക്കെട്ടും ഉണ്ടാക്കാനാണ്. അതുണ്ടാക്കാനിരുന്നാൽ കുറേ സമയമെടുക്കും, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. അതുകൊണ്ട് ഞാൻ ഇനി മറ്റൊരു ദിവസം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ചിൽഡ്രൻ ഓഫ് പൂമല സ്കൂൾ ആർ ഓൺ എ ട്രിപ്പ് ടു തിരുവനന്തപുരം 496 കിലോമീറ്റേഴ്സ് അവേ. അതായത് പൂമല സ്കൂളിലെ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രിപ്പ് പോയി. പൂമല സ്കൂൾ മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം 496 കിലോമീറ്റേഴ്സാണ്. ദേ റീച്ച്ഡ് കോഴിക്കോട് ട്രാവലിംഗ് 85 കിലോമീറ്റേഴ്സ്. 85 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തിട്ട് അവരിപ്പോൾ കോഴിക്കോടിൽ എത്തി. ഹൗ മച്ച് മോർ ദേ നീഡ് ടു ട്രാവൽ ടു റീച്ച് തിരുവനന്തപുരം? ഇനി അവർ എത്ര കിലോമീറ്റേഴ്സ് കൂടി യാത്ര ചെയ്താലാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക? They had their lunch at Ernakulam. By then, they had travelled 188 kilometers from കോഴിക്കോട്. ഇപ്പോൾ അവർ 158 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തിട്ട് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് അവർ ഉച്ചഭക്ഷണം കഴിച്ചത്. ഹൗ മച്ച് ഫർദർ ടു തിരുവനന്തപുരം? ഇനി അവർക്ക് എത്ര കിലോമീറ്റേഴ്സ് കൂടി പോയാലാണ് തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയുക? ദേ റിട്ടേൺഡ് ത്രൂ കോട്ടയം. അവർ കോട്ടയം വഴിയാണ് പൂമലയിലേക്ക് തിരിച്ചു പോയത്. ദ ഡിസ്റ്റൻസ് ടു പൂമല ബൈ ദിസ് റൂട്ട് ഈസ് 502 കിലോമീറ്റേഴ്സ്. അവർ കോട്ടയം വഴി പൂമലയിലേക്ക് പോവുകയാണെങ്കിൽ 502 കിലോമീറ്റേഴ്സ് ആകും. ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു കോട്ടയം ഈസ് 151 കിലോമീറ്റേഴ്സ്. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെയുള്ള ദൂരം 151 കിലോമീറ്റേഴ്സാണ്. ഹൗ മച്ച് ഫർദർ മസ്റ്റ് ദേ ട്രാവൽ ഫ്രം കോട്ടയം ടു റീച്ച് പൂമല? ഇപ്പോൾ അവർ കോട്ടയത്താണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോട്ടയം മുതൽ പൂമല വരെ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. എന്നാൽ നമുക്ക് അത് കണ്ടെത്താം. ഞാൻ ആദ്യം മലയാളം മീഡിയക്കാർക്കുള്ളത് കാണിച്ചു തരാം, എന്നിട്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്കുള്ളതും കാണിച്ചു തരാം. ഇനി തിരുവനന്തപുരത്ത് എത്താൻ എത്ര ദൂരം കൂടി സഞ്ചരിക്കണം എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. പൂമല സ്കൂളിൽ നിന്നും തിരുവനന്തപുരത്ത് എത്താൻ വേണ്ട ദൂരം 496 കിലോമീറ്റേഴ്സാണ്. കോഴിക്കോട് എത്താൻ എടുത്ത ദൂരം 85 കിലോമീറ്റേഴ്സും. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് എത്താൻ എടുത്ത ദൂരം കാണണമെങ്കിൽ 496 നിന്ന് 85 കുറക്കണം. അപ്പോൾ നമുക്ക് 411 കിട്ടും. അതാണ് ഇതിൻ്റെ ഉത്തരം, 411 കിലോമീറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് എത്തി. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം 411 കിലോമീറ്റേഴ്സാണ്. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്കുള്ള ദൂരം 188 കിലോമീറ്റേഴ്സും. അതുകൊണ്ട് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം കാണണമെങ്കിൽ 411 കിലോമീറ്റേഴ്സ് നിന്ന് 188 കിലോമീറ്റേഴ്സ് കുറക്കണം. അപ്പോൾ നമുക്ക് 223 കിലോമീറ്റേഴ്സ് കിട്ടും. അതാണ് ഇതിൻ്റെ ഉത്തരം. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കോട്ടയം വഴിയാണ് പോവുക എന്ന് മനസ്സിലാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പൂമലയിലേക്ക് കോട്ടയം വഴിയുള്ള ദൂരം 502 കിലോമീറ്റേഴ്സാണ്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ദൂരം 151 കിലോമീറ്റേഴ്സും. അതുകൊണ്ട് കോട്ടയത്ത് നിന്ന് പൂമലയിലെത്താൻ 502 കിലോമീറ്റേഴ്സിൽ നിന്ന് 151 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 351 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഉത്തരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം, ദി കോസ്റ്റ് ഓഫ് എ പെൻ
and notebook is 110 rupees. The cost of book is 100 rupees more than the cost of pen. Then what is the cost of pen? What is the cost of notebook? എന്നാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. ഇതിൻ്റെ ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കൂ. ഒരു പുസ്തകത്തിൻ്റെ വില 105 രൂപ. ഒരു പേനയുടെ വിലയോ 5 രൂപ. ഇനി ഇത് നമുക്ക് ശരിയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. നമ്മുടെ ചോദ്യത്തിൽ ആദ്യം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഒരു പുസ്തകത്തിൻ്റെയും ഒരു പേനയുടെയും ആകെ വില 110 രൂപയാണ് എന്നായിരുന്നു അല്ലേ? ഇവിടെ പുസ്തകത്തിൻ്റെ വില എത്രയാണ്? 105 രൂപ. പേനയുടേതോ 5 രൂപ. ഇവ രണ്ടും കൂട്ടിയാൽ 110 തന്നെയാണ്. അപ്പോൾ ഇത് ശരിയാണ്. ഇനി രണ്ടാമതായി നമ്മോട് എന്തായിരുന്നു പുസ്തകത്തിന് പേനയേക്കാൾ 100 രൂപ കൂടുതലായിരുന്നു എന്നാണ്. ഇവിടെ നമ്മുടെ പേനയുടെ വില എത്രയാണ്? 5 രൂപ. ഇതിലേക്ക് 100 കൂട്ടിയാൽ 105 അല്ലേ കിട്ടുക? ഇവിടെ പുസ്തകത്തിൻ്റെ വിലയോ 105. അപ്പോൾ ഇതും ശരിയാണ്, കാരണം പേനയേക്കാൾ 100 രൂപ കൂടുതലാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ ബൈ.